ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെദർ വീഡിയോ. ഇതിലെ എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുൻപ് നമ്മൾ പലവിധ ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെട്രോൾ, ഇലക്ട്രിക്, ഡീസൽ, ഹൈഡ്രജൻ, സോളാർ പവർ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളായിരുന്നു അവയൊക്കെ. എന്നാൽ ടൊയോട്ട പുതിയതായി കൊണ്ടുവരാൻ പോകുന്ന ജലം ഇന്ധനമാക്കി ഓടുന്ന ഒരു വാഹനത്തെക്കുറിച്ചാണ് ഇനി പറയുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നതാണ് ജലം എന്നത്. അതുകൊണ്ട് തന്നെ ജലം എന്ന ഒരു ഇന്ധനം ലഭിക്കുന്നതിൽ വലിയ ക്ഷാമമൊന്നും ഉണ്ടാകില്ല. ജലം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളെ പരീക്ഷണഘട്ടമെന്നോണം പലരും മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇനി ഉണ്ടാകുമോ എന്നതും പറയാൻ സാധിക്കില്ല. ടൊയോട്ടോ ഈയിടെ പുറത്തുവിട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ജലം ഉപയോഗിച്ച് ഓടുന്ന ഇവരുടെ കാർ ഇറങ്ങുന്നതായിട്ടുള്ള ഒരു വാർത്ത. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നായിരിക്കും പലരുടെയും സംശയമുള്ളത്. ഇത് നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് നോക്കാം. സത്യത്തിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം എന്നത് ജലമായ H2O അല്ല. HO അഥവാ ഹൈഡ്രോക്സി എന്ന മൂലകമാണ്. അതായത് H2O ആയ ജലത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹൈഡ്രജനെ വേർപെടുത്തി ഇന്ധനമാക്കി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇത്. പിന്നീട് വാഹനം ഓടിത്തുടങ്ങുമ്പോഴേക്കും ഡൈനാമോയിൽ നിന്നും ഉണ്ടാക്കുന്ന കറണ്ടിനെ തിരിച്ച് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇതിൽ വിസർജ്യങ്ങളായി വരുന്നത് വെള്ളം തന്നെയാണ്. ഈ ഒരു വെള്ളത്തിനെ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൻ്റെ സൈലൻസർ പോലുള്ള ഭാഗത്തു നിന്നും പുറന്തള്ളുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ടൊയോട്ടോയുടെ ഈ ഒരു വാഹനം കമ്പനി പറയുന്നത് പ്രകാരം ഒരു ഹൈഡ്രജൻ കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അത്തരത്തിലുള്ള തന്നെയുള്ള ഒരു മെത്തേഡായിരിക്കും ഇതിൽ വരിക എന്നതാണ്. ഹൈഡ്രജൻ ടാങ്ക് ഇതിൽ ഫിക്സ് ചെയ്യുന്നതിന് പകരം ഇതിൽ വെള്ളത്തിൻ്റെ ടാങ്ക് വെച്ചതിന് ശേഷം ഇതിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹൈഡ്രജനെ വേർതിരിച്ച് അതുപയോഗിച്ച് ഹൈഡ്രജൻ എഞ്ചിൻ പ്രവർത്തിക്കുന്നു. രണ്ട് രീതിയിലുള്ള ഹൈഡ്രജൻ കാറുകളാണ് നിലവിലുള്ളത്: ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലും ഹൈഡ്രജൻ IC എഞ്ചിനുകളും. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്നത് ഹൈഡ്രജൻ ടാങ്കുകൾ ഉപയോഗിച്ച് അതിനെ വൈദ്യുതോർജ്ജമാക്കി ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ എന്നത് IC എഞ്ചിനാണ്. അതായത് പെട്രോൾ, ഡീസൽ എഞ്ചിനിൽ പോലെ തന്നെ ഉണ്ടാകുന്ന കംപ്രഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഞ്ചിൻ. ഇത് വർക്ക് ചെയ്യുക ഹൈഡ്രജനെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ച് കത്തിക്കുകയും അതിൻ്റെ പ്രഷറിൽ എഞ്ചിൻ പിസ്റ്റൺ വർക്ക് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ടൊയോട്ടയുടെ ഈ ഒരു വാട്ടർ പവേർഡ് ഹൈഡ്രജൻ കാർ വർക്ക് ചെയ്യുക IC എഞ്ചിൻ ഉപയോഗിച്ചിട്ടായിരിക്കുമെന്നതാണ് ഒരു സൂചന. എന്തായാലും ടൊയോട്ടോയുടെ പ്രഖ്യാപനമായതുകൊണ്ട് തന്നെ അത് വെറുതെയാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കി വാർത്തകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.